Good afternoon, all. Good afternoon, ma'am. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മള് എവിടെ വരെ എടുത്ത് നിർത്തിയത്? നമ്മള് മാനേജ്മെന്റിന്റെ ഓരോ ഹെൻറി ഫയോളിന്റെ കാര്യമാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? Yes, ma'am. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. അപ്പൊ നമ്മള് മാനേജ്മെന്റ് എന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി അല്ലെ? ഇതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രമീകരണത്തോട് കൂടിയിട്ട് അതിന്റെ റിസോഴ്സസ് എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്ത് ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകണം. നല്ല ക്രമീകരണം നടത്തി മാത്രമാണ് ആ ഒരു ലക്ഷ്യം കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാ പ്രവർത്തനങ്ങളെ നന്നായിട്ട് തന്നെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ക്രമീകരണ നടപടികളെല്ലാം സ്വീകരിച്ച് പോവുകയാണെങ്കിൽ ആണ് നല്ലൊരു മാനേജ്മെന്റ്, എഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴേ നമ്മള് പ്രിൻസിപ്പിൾസ് നോക്കാം. മാനേജ്മെന്റ് തത്വങ്ങളിലേക്കാണ് ഇനി നെക്സ്റ്റ് നോക്കാറുണ്ട്. മേജർ പ്രിൻസിപ്പിൾസ് ആറ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഓക്കെ, യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയിൽ നിന്ന് കമാൻഡ് സ്വീകരിക്കുക. അതായത് എപ്പോഴും എന്താണ് ഒരു പോലെ തന്നെ അല്ലെ? എല്ലാം ആജ്ഞാപിക്കുക എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ തന്നെ നമുക്കറിയാം. വ്യത്യസ്ത വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ വ്യത്യസ്ത നിലപാടുകളുള്ള വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് പ്രയാസമാണ്. പക്ഷെ ഒരു കമാൻഡിങ് പവറുള്ള വ്യക്തി അതെന്താണെന്ന് ഉദ്ദേശിക്കുന്നത് അതെല്ലാം തന്നെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും തയ്യാറാകും. അങ്ങനെ വരുമ്പോഴെന്താണ് നമ്മുടെ ഒരു അടുക്ക ചിട്ടയുണ്ടാവും അല്ലെ? സ്പാൻ ഓഫ് കൺട്രോൾ, സ്പീഡ്, യൂണിറ്റി ഓഫ് കമാൻഡ് അല്ലെ? ഒരു കമാൻഡിങ് പവർ അവിടെ ഉണ്ടാവുക. എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ? എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്? ഒരു നിയന്ത്രണ പരിധി ഉണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പറഞ്ഞ വീട്ടിലേക്ക് എല്ലാ കാര്യങ്ങളും ഒക്കെ അവിടെ നയിച്ചു പോകാനായിട്ട് സാധിക്കും അല്ലെ? ചിലപ്പോഴെങ്കിൽ അവര് ഈ ഒരു കമാൻഡിങ് പവറുള്ള അതോറിറ്റികളുടെ കീഴിൽ ചിലപ്പോൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ലീഡേഴ്സിനൊക്കെ ആയിരിക്കും ഒരു മീറ്റിങ്ങിനൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവലോകനങ്ങളൊക്കെ നടത്തിയിട്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് അല്ലെ? അപ്പൊ അവിടെ ഒരു സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു അകലമുണ്ട് അല്ലെ? അപ്പൊ ഏറ്റവും ടോപ്പിലുള്ളവരാണ് കമാൻഡിങ് പവർ ഉള്ളവര്. അവർക്ക് കീഴില് അല്ലെ അവരുടെ ജീവനക്കാരുണ്ടാവും. അങ്ങനെ ബ്രാഞ്ച് മാനേജേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് സെക്ഷനൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഒരു നിശ്ചിത അകലം ഉണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ മേലുദ്യോഗസ്ഥർക്കാണ് നമ്മൾ റിപ്പോർട്ടുകളൊക്കെ എപ്പോഴും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ഒരു നിശ്ചിത ഒരു അകലം വെച്ച് പോകുമ്പോഴെന്താണ് അവിടെ ഒരു ക്രമത്തോടു കൂടിയിട്ട് അടുക്ക ചിട്ടയോടും കൂടിയിട്ട് ആ സ്ഥാപനത്തിന് മുന്നേറാനായിട്ട് സാധിക്കും. സോ യൂണിറ്റി ഓഫ് കമാൻഡ് ആണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു കൺട്രോളിങ് അല്ലെ? ഒരു അകലം, നിശ്ചിത അകലം ഉണ്ടായിരിക്കണം അല്ലെ? സ്പാൻ ഓഫ് കൺട്രോൾ. ക്ലിയർ ആണോ? എന്താണ് ഉദ്ദേശിക്കണേ എന്നുള്ളത്? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹോമോജീനിയസ് അസൈൻമെന്റ്. അതായത് നമ്മൾ എപ്പോഴും എന്താണ് ഒരേ രീതിയിൽ പ്രവർത്തിക്കണം അല്ലെ? ഈ കമാൻഡിങ് പവർ കിട്ടിയിട്ട് എല്ലാവരും വ്യത്യസ്ത രീതികളല്ല. ഒരു ഓർഗനൈസേഷന് ഒരു ലക്ഷ്യമാണുള്ളത്. ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരേ രീതിയിൽ പ്രവർത്തിക്കണം. അവരവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലെ? ഹോമോജീനിയസ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അല്ലെ കൃത്യമായ രീതിയിൽ ഒരേ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് വരുന്നത്. ആ കമാൻഡിങ് പവർ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയേഴ്സ് പറയുന്ന അനുസരിച്ചിട്ട് ഒരേപോലെ വർദ്ധിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അതായത് അധികാരങ്ങൾ വിട്ടുകൊടുക്കുക അല്ലെ? ഇപ്പൊ ഈ പറഞ്ഞ മാതിരി നമ്മൾ നേരത്തെ പറഞ്ഞു കമാൻഡിങ് പവറുള്ള വ്യക്തി മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവലോകനം നടത്തുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് തലത്തിലായിട്ട് അവരുടേതായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു അല്ലെ അതോറിറ്റി, ഒരു അധികാരം അവർക്ക് വിട്ടതല്ല. എല്ലാം കൂടി ഒരാൾക്ക് മാത്രം കൈയടക്കി വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി
എല്ലാം പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി അല്ലെ. അപ്പൊ അധികാരങ്ങൾ വിട്ടുകൊടുക്കേണ്ടവർക്ക് അധികാരങ്ങൾ വിട്ടുകൊടുക്കുകയും വേണം, എന്നാൽ നിശ്ചിത അകലം പാലിക്കുകയും വേണം, എന്നാൽ ഒരു കമാൻഡിങ് പവർ അവിടെ നിലനിർത്തുകയും വേണം. ഒരേപോലെ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല ഒരു എഫക്റ്റീവ് മാനേജ്മെന്റ് ആണ് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. സോ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി എടുക്കുക. ഫസ്റ്റ് വൺ യൂണിറ്റി ഓഫ് കമാൻഡ്, സെക്കൻഡ് വൺ സ്പാൻ ഓഫ് കൺട്രോൾ, then homogeneous assignment, delegation of authority. ഇതിൽ 4 ഹെഡിങ്സ് മാത്രം പഠിക്കാനുള്ളൂ. ആശയങ്ങൾ എന്തെങ്കിലും മനസ്സിലായില്ലേ? ആശയം എന്താണെന്നുള്ളത് നമുക്ക് കിട്ടിയോ? ഓക്കെ, അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് നമ്മൾ ജസ്റ്റ് കണ്ടത്. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. എനിക്കിപ്പോഴും ക്വസ്റ്റ്യൻസിൽ കാണാറില്ല. Unity of command, span of control, homogeneous assignment, delegation of authority. Okay, then functions of management. അതും ചെറിയ പോയിന്റ്സുകളായിട്ടാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുമുണ്ട്. ഓക്കെ, പ്ലാനിങ്ങിനെ കുറിച്ചിട്ട്, ഓർഗനൈസിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് പിന്നെ അങ്ങ് പോയതിനു ശേഷമാണ് ഓർഗനൈസിംഗ്. ഓക്കെ, പിന്നെ ഓർഗനൈസേഷൻ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റാഫിംഗ്. അപ്പൊ ഫങ്ഷൻസ് ആണ് ഇപ്പൊ ഈ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പ്രിൻസിപ്പൾസ് കഴിഞ്ഞു. ഓക്കെ, ഫങ്ഷൻസിൽ മനസ്സിലാക്കുക എന്താണ് മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത്. മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോൾ. ഓക്കെ, എത്ര ഫങ്ഷൻ ആണുള്ളത്? 5 ഫങ്ഷൻസ് ആണ് ഇവിടെ എടുത്ത് പറയുന്നത്. ആ 5 ഫങ്ഷൻസ് ആണ് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ് ഓർ ലീഡിങ്, കൺട്രോൾ. കിട്ടിയോ? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഞാൻ അവിടെ വിവരിക്കുന്നില്ല, താഴേക്ക് വിവരിക്കുന്നുണ്ട്. അതായത് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ആസൂത്രണം ചെയ്യുക, സംഘടിപ്പിക്കുക. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ അവിടെ തൊഴിലാളികളെയൊക്കെ നിയമിക്കുക. ഡയറക്ടർ എന്ന് പറയുന്നത് അവർക്കൊക്കെ ഡയറക്ഷൻ കൊടുക്കുക. കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷൻ അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് കൺട്രോളിംഗ് നടത്തുക. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഒറ്റ വഴിക്ക് നമ്മൾ പറഞ്ഞു തീർത്തു. ഇനി പ്ലാനിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. പ്ലാനിങ് എന്തെന്നുള്ളത്, ഓക്കെ, പ്ലാനിങ് കൺസിസ്റ്റ് ഓഫ് സെലക്ടിംഗ് ദ മിഷൻ, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആക്ഷൻസ് റിക്വയർഡ്. ഓക്കെ, അതായത് പ്ലാനിങ് എന്ന് പറയുന്നത് ആസൂത്രണമാണ്. അതായത് നമ്മൾ ഏതൊരു ഓർഗനൈസേഷനുമാണ് എങ്കിലും ആ ഓർഗനൈസേഷന് ഒരു ലക്ഷ്യം ഉണ്ടാവും അല്ലെ. നമ്മളൊരു ബിസിനസ് പ്ലാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ലാഭേജ് പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നേറണം എന്നുള്ളൊരു കാര്യം ഉണ്ടാവും. ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അവിടെ നല്ലൊരു സർവീസ് കാഴ്ചവെക്കണമെന്നുണ്ടാവും. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കും നമ്മളൊരു അല്ലെ ഒരു ഓർഗനൈസേഷൻ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. So planning consists of selecting the mission, goals, objectives and actions required. Okay, ആ ഒരു ലക്ഷ്യം അല്ലെ, ആ ഒരു നല്ലത് ദൗത്യം അല്ലെ, അത് ദൗത്യം നമ്മൾ സെലക്ട് ചെയ്യണം. ഗോൾസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണെങ്കിലും എന്താണോ ആവശ്യം, അത് എന്താണോ ഉദ്ദേശിക്കുന്നത്, റിക്വയർ ചെയ്യുന്നത്, അതിനെ നമ്മൾ സെലക്ട് ചെയ്യുക അല്ലെ. അതാണ് പ്ലാനിങ്. എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്താണ് ലക്ഷ്യം, അതിനെ സെലക്ട് ചെയ്യുക. അതാണ് നമ്മൾ ആസൂത്രണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, it is defined as a setting objectives, determining resources and selecting course and requires decision making. That is choosing future course of action from among alternatives. അതായത് നമ്മുടെ മുമ്പിൽ അല്ലെ, നമുക്ക് വേണമെങ്കിൽ മാൻ പവർ കൊണ്ട് നമുക്ക് ആ ബിസിനസ് ഫാം സ്റ്റാർട്ട് ചെയ്യാം. വേണമെങ്കിൽ മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ബിസിനസ് ഫാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഏത് വേണമെങ്കിലും രീതിയിൽ നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡിറ്റർമിനിങ് റിസോഴ്സസ് ആൻഡ് സെലക്ടിംഗ് കോഴ്സ് ആൻഡ് റിക്വയർസ് ഡിസിഷൻ മേക്കിംഗ് അല്ലെ. ഒരു ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ സെറ്റ് ചെയ്യുന്ന ലക്ഷ്യം അല്ലെ, അത് വേണമെങ്കിൽ നമുക്ക് റിസോഴ്സസ്, ഏത് റിസോഴ്സസും വേണമെങ്കിൽ റിസോഴ്സസ് ആവാം, മെഷീൻ വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ആ അത് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനെടുക്കുന്ന നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനെയാണ് നമ്മൾ എന്ന് പറയുന്ന പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് ചൂസിങ് ഫർദർ കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം എമംഗ് ഓർഗനൈസേഷൻ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഏതൊരു സ്ഥാപനത്തിലും എന്തുണ്ടാവും?
ലക്ഷ്യമുണ്ടാവും അല്ലെ, ഒരു എയിം ഉണ്ടാവും. ഓക്കെ, ആ എയിം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള ഒരു രീതികൾ അവലംബിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഏത് രീതി വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം അല്ലെ, ആ ഒരു ഡിസിഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാം എന്നതാണ് ആസൂത്രണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, it can be defined as deciding what is to be done and how it is to be done. Okay, എന്താണ് നമ്മൾ ചെയ്യുന്നത് and how is to be done, അത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്, that is a plan അല്ലെ. നിങ്ങൾ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ക്വസ്റ്റ്യൻസിൽ വരാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു പോയിന്റ് ആണത്. ഡിസൈഡിങ് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് ഹൗ ഈസ് ടു ബി ഡൺ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അത് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെ എന്ന കാര്യമാണ് അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ആ ഒരു ലാസ്റ്റ് സെന്റൻസ് നോക്കാം. പ്ലാനിങ് മസ്റ്റ് എയിം അറ്റ് ദ ഫുൾഫിൽമെന്റ്. ഇത് തീർച്ചയായിട്ടും അറിയാം, പ്ലാനിങ്ങിൽ എന്തായാലും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ലക്ഷ്യം നേടിയെടുക്കണം എന്നുള്ളതാണ് ആസൂത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ലക്ഷ്യം ഉണ്ടാവും, ആ ലക്ഷ്യം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിന്ന് ഏത് വേണമെങ്കിലും നമുക്ക് ഡിസൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് എ ഡിസൈഡിങ് വാട്ട് ഈസ് ടു ബി ഡൺ, എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. ആൻഡ് ഹൗ ഈസ് ടു ബി ഡൺ, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. അക്കോർഡിംഗ് ടു അതായത് പ്ലാനിങ് ഈസ്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. നോട്ട്സിന്റെ അഭിപ്രായത്തില് പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് what to do, when to do, how to do. Okay, then it bridges the gap from where we are and where we want to be. Okay, നമ്മൾ ഈ പറഞ്ഞ നിർവചനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തീരുമാനമെടുക്കുന്ന, അഡ്വാൻസ് ആയിട്ട് തീരുമാനമെടുക്കുന്ന കാര്യമാണ് ആസൂത്രണം എന്ന് പറയുന്നത്. how to do, എന്ത് ചെയ്യണം അല്ലെ, when to do, എപ്പോൾ ചെയ്യണം, how to do, എങ്ങനെ ചെയ്യണം. സോ ഇത് ബ്രിഡ്ജ് അല്ലെ, ഇതെന്ന് പറയുന്നത് ഒരു പാലമാണ്. അതായത് ഒരു ഗ്യാപ്പ് അല്ലെ, പാലം അതിന്റെ ഗ്യാപ്പ് പറയുന്നത് എന്താണ്? ഫ്രം വെയർ വി ആർ ആൻഡ് വെയർ വി വാണ്ട് ടു ബി. നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്, അത് എങ്ങനെ നമ്മൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ, നമ്മൾ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു ഡിസിഷൻ ഉണ്ടാവും അല്ലെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നമ്മൾ ഏത് രീതിയാണ് ആഗ്രഹിക്കുന്നത്, വെയർ വി വാണ്ട് ടു ബി അല്ലെ, നമ്മൾ ആ സംഭവം നേടിയെടുക്കാനായിട്ട് എങ്ങനെ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റും കൂടി ജസ്റ്റ് നോട്ട് ചെയ്താല് ഇറ്റ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ഫ്രം വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ബി. ക്ലിയർ ആയോ? ഈ മുകളിൽ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അവൾ ഉദ്ദേശിക്കുന്നത്. പല രീതിയിൽ അത് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ബൈ ഹാർട്ടായിട്ട് ഇവിടെ പഠിക്കേണ്ട കാര്യമില്ല, അപ്പൊ മനസ്സിലാക്കി പോകാൻ. A plan is a future course of action. Plan is a process of determining the objectives, effort, and devising the means calculated to achieve them. Okay, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താ നോക്കാം. A plan is a future course of action, അല്ലെ, ഭാവിയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ആസൂത്രണം എന്ന് പറയുന്നത്. Plan is a process of determining the objectives, effort, and അതായത് ഒരു പ്രോസസ്സാണ്. അതായത് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഡിവൈസിങ് ദ മീൻസ് കാൽക്കുലേറ്റഡ് ടു അച്ചീവ് ദം, അത് നേട്ടത്തിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു ഉപകരണമാണ് അല്ലെ. ഒരു പ്ലാനിങ് എന്ന ഒരു തീരുമാനത്തിൽ നിന്നാണ് ആ അച്ചീവ്മെന്റ് നേടുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഹ്യൂമൻ റിസോഴ്സസ് വെച്ചിട്ട് നമ്മൾ ചിലപ്പോ ആ ലക്ഷ്യം നേടിയെടുക്കും. മിഷനറി വെച്ചിട്ട് നമ്മൾ ലക്ഷ്യം നേടിയെടുക്കും അല്ലെ. ഏത് സംഭവമാണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് ലക്ഷ്യം നേടിയെടുക്കേണ്ടതായിട്ട് വരും. ആ ലക്ഷ്യം വിവിധ രീതിയിൽ അവലംബിച്ചിട്ടുണ്ട്. ചിലപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചിലപ്പോൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അവിടെ എന്താണ് ഹ്യൂമൻ റിസോഴ്സസിന്റെ മിഷനറിയിലേക്ക് പങ്കാളിത്ത അല്ലെ, ടെക്നോളജിയുടെ ഒക്കെ അതിന്റെ എല്ലാം തന്നെ സവിസ്തരമായിട്ട് തന്നെ ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാനായിട്ടുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് പ്ലാനിങ്. പ്ലാനിങ് എന്താണെന്നുള്ളത് കിട്ടിയോ? പ്ലാനിങ്ങിന്റെ മീനിങ് ഓക്കെയാണോ? ഓക്കെ, അപ്പൊ ഈ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് പ്ലാനിങ്. അതായത് പ്ലാനിങ്ങിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈൽഡ്സ് റീസണബിൾ ഓർഗനൈസേഷൻ ഓഫ് ദ കേസ് അല്ലെ. അവിടെ എന്താണ് ന്യായമായിട്ടുള്ള ഒരു
ഒബ്ജക്റ്റീവ്സ് അവിടെ ആവശ്യമാണ്. നമുക്കറിയാം പ്ലാനിങ്ങിന് എന്തായാലും ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ. അപ്പൊ റീസണബിൾ ആയി ന്യായമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും. ഇപ്പൊ ഇത്രയും മുതൽ മുടക്കാനും പറ്റുമ്പോൾ എനിക്ക് അങ്ങനെ വലിയൊരു ലക്ഷ്യം നേടിയെടുക്കണമെന്നും പ്ലാൻ ചെയ്യാൻ പാടില്ല. ഞാൻ മുടക്കുന്ന മുതലിന് അനുസൃതമായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കാനായിട്ടാണ് നമുക്ക് പാടുന്നത് അല്ലെ. എങ്കിൽ മാത്രമാണ് അത് വിജയിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെ, നമ്മൾ ഇറക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കരുത്. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് ഈ റീസണബിൾ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അല്ലെ. അവിടെ റീസണബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ലക്ഷ്യം ഉണ്ടാവണം. റെഡ്യൂസ് ദ ഫ്യൂച്ചർ അൺസർട്ടനിറ്റി, അതായത് ഭാവിയിലെ അനിശ്ചിതാവസ്ഥ കുറയ്ക്കേണ്ടതല്ല അല്ലെ. നമ്മള് കുറച്ച് ചിലപ്പോൾ അൺസർട്ടനിറ്റി സംഭവിക്കാം. പറഞ്ഞ മാതിരി വിചാരിച്ച് മൂലധന അല്ലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും. നമ്മളിപ്പോ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇത്രയും രോഗികളെ കൈകാര്യം ചെയ്യാനായിട്ട് ഇത്രയും ഹ്യൂമൻ റിസോഴ്സിനെ നിയോഗിച്ചു. പക്ഷെ ചിലപ്പോൾ വേണമെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ അല്ലെ ഏറെക്കുറവുകളൊക്കെ വരാൻ സാധ്യതകളുണ്ട്. റെഡ്യൂസ് ദ ഫ്യൂച്ചർ അൺസർട്ടനിറ്റി. ഗെയിൻ എക്കണോമിക്കൽ ഓപ്പറേഷൻസ് അല്ലെ. സാമ്പത്തിക പ്രവർത്തനങ്ങൾ അവിടെ നേടേണ്ടതുണ്ട്. എസെൻഷ്യൽ ഗുഡ് പ്ലാനിങ് അവിടെ എന്താണ് ആ പ്ലാനിങ്ങിലേക്ക് എക്കണോമിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ ആവശ്യമാണ്. ഫൗണ്ടേഷൻ ഓഫ് ഓർഗനൈസിംഗ്. ഓക്കെ, അപ്പൊ സംഘടിപ്പിക്കുന്നതിന് നല്ലൊരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് നല്ല നല്ല സംഘാടനത്തോട് ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു കെട്ടിടത്തോട് കൂടിയിട്ടായിരിക്കണം നമ്മളൊരു തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്. ഫെസിലിറ്റീസ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ അല്ലെ. നമ്മളൊരു ഏകോപനിച്ച് പോകാനായിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു നിയന്ത്രണം അല്ലെ, അവിടെ നിയന്ത്രണത്തിലേക്ക് ആവശ്യകതയുണ്ടെങ്കിൽ അതെല്ലാം സുഗമമാക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും. ഫെസിലിറ്റീസ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. ഏകോപിപ്പിച്ച് എല്ലാവരെയും ഏകോപിപ്പിച്ചിട്ട് മുന്നോട്ട് അല്ലെങ്കിൽ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് മുന്നേറാനായിട്ട് ആവശ്യമാണ്. വെറുതെ പ്ലാൻ ചെയ്തുകൊണ്ട് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് പോകാനും കൺട്രോൾ ചെയ്ത് പോകാനൊക്കെ ആയിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരിക്കണം. It takes those activities to which employees are directed. Okay, ജീവനക്കാര് അല്ലെ അവിടെ പ്രവർത്തനങ്ങൾ എന്താണോ പറയാൻ അല്ലെ അവര് പ്രവർത്തിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് മൂവ് ചെയ്യാനായിട്ട് അല്ലെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. വെറുതെ ഒരു പ്ലാൻ വെച്ചതുകൊണ്ട് മാത്രമല്ല അതിനെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ടൊരു ഡയറക്ഷൻ അവിടെ ആവശ്യമാണ്. But it takes those activities to which employees are directed. അല്ലെ അവിടെ ഒരു നിർദ്ദേശങ്ങൾ എംപ്ലോയീസ് ലഭ്യമാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഫെസിലിറ്റീസും അവിടെ ആവശ്യമാണ്. അപ്പൊ എസെൻഷ്യൽ ഗുഡ് പ്ലാനിങ്ങിന് എന്താണ് എന്തൊക്കെയാണ് ആവശ്യകതയായിട്ടുള്ളത് അതാണ് പ്രധാനമായിട്ടും ഇവിടെ എടുത്ത് പറയുന്നത്. Yield reasonable organization objectives, then reduce the future uncertainty, then gain economic operations. അല്ലെ ഓരോന്നും മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കുക. അതായത് എല്ലാത്തിനും ഒരു സാമ്പത്തികമായിട്ടുള്ള നിലപാട് അവിടെ വേണം. ഫൗണ്ടേഷൻ ഓഫ് ഓർഗനൈസ് നല്ലൊരു അടിത്തറ വേണം. ഫെസിലിറ്റീസ് ഓഫ് കോർഡിനേഷൻ നല്ലൊരു ഏകോപനവും കൺട്രോളിംഗ് വേണം. ഡയറക്ഷൻ നൽകാനായിട്ടുള്ള ഒരു മുന്നൊരുക്കവും അവിടെ ആവശ്യമാണ്. ഓക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തത് ടൈപ്സ് ഓഫ് പ്ലാനിങ്. ടൈപ്സ് ഓഫ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഏതൊക്കെ തരത്തിലുള്ള പ്ലാനിങ് ഉണ്ടെന്ന് നോക്കാം. ബേസ്ഡ് ഓൺ ദ ടൈം പീരീഡ്, അപ്രോച്ച്, ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടന്റ്. അല്ലെ പലതരത്തില് നമുക്ക് പ്ലാനിങ്ങിന്റെ വേർതിരിക്കാനായിട്ട് സാധിക്കും. ടൈം പീരീഡ് അനുസരിച്ചിട്ടുള്ള പ്ലാനുകളുണ്ട്, അപ്രോച്ച് നിലപാടുകൾ അനുസരിച്ചിട്ടുള്ള പ്ലാനുകളുണ്ട്, ഡിഗ്രി ഓഫ് ഫോർമുലേഷൻ അവിടെ എന്താണ് ഡിഗ്രി എന്നുള്ള രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ടൈം പീരീഡ്. The time period depends on the type of business and the structure of the organization. Okay, നമ്മൾ ഒരു ടൈം പീരീഡ് വെക്കുന്നത് അതിന്റെ ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഘടനയ്ക്ക് അനുസരിച്ചിട്ടാണ്. ഏത് തരത്തിലുള്ള ബിസിനസ് ആണോ അതിന്റെ ഘടനയ്ക്ക് അനുസരിച്ചിട്ടാണ് ടൈം പീരീഡ് വെക്കുന്നത്. Based on the time period, long term planning and short term planning are two type of planning. സ്വാഭാവികമായിട്ട് അല്ലെ ലോങ് ടൈം ആയിട്ടുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്ലാനിങ്ങുകൾ ഉണ്ടാവാം. അതേപോലെ തന്നെ ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള പ്ലാനിങ്ങുകൾ ഉണ്ടാവാം. ലോങ് ടൈം പ്ലാനിങ് ഈസ് സ്ട്രാറ്റജിക് നേച്ചർ ഫോർ ലോങ് ടൈം പ്ലാനിങ്. അതായത് തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെ. ഒരു വലിയ ഓർഗനൈസേഷന്റെ ലക്ഷ്യം ഒരു വലിയ ഓർഗനൈസേഷന്റെ നേരത്തെ കൂട്ടി അല്ലെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വലിയ ബിസിനസ് ആണ്.
ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇത്രയും മുതലൊക്കെ മുടക്കിയിട്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ കുറെ തന്ത്രങ്ങളൊക്കെ അല്ലെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും ആൾക്കാരെ നിയമിക്കുന്നു, മെഷീനറി ഇറക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ അറേഞ്ച് ചെയ്യുന്നു. നമുക്കറിയാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ ലാഭം കിട്ടില്ല അല്ലെ. ചിലപ്പോൾ 1-2 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അതിൽ നിന്ന് ഏർണിങ്സ് ഒക്കെ കിട്ടുന്നത് അല്ലെ. അപ്പൊ ലോങ് ടൈം ആയിട്ടാണ് അവിടെ സ്ട്രാറ്റജീസ് കൊണ്ടുവരുന്നത്. അതായത് ദീർഘകാല അടിസ്ഥാനത്തിലാണ് തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ ലോങ് ടൈം ആയിട്ടുള്ള പ്ലാനിങ് ആണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് ജനറലി ഇൻവോൾവ്സ് 3 to 5 years. തീർച്ചയായിട്ടും 3-5 വർഷങ്ങൾക്ക് ഒക്കെ അതിൽ പെടും അല്ലെ. 3-5 വർഷം, 3 തുടങ്ങി 5 വർഷം വരെ ആ ഒരു ബിസിനസ് റൺ ചെയ്ത് കഴിയുമ്പോഴാണ് ഉദ്ദേശിച്ച നേട്ടങ്ങളൊക്കെ കിട്ടി തുടങ്ങാൻ സാധിക്കുള്ളൂ. It relates to matters like new products, product diversification. പ്രൊഡക്റ്റിന്റെ വിപുലീകരണമോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉത്പാദനം ഒക്കെയാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്, അതായത് ടൈം പീരിയഡ് അല്ലെ. ലോങ് ടൈം ആയിട്ടുള്ള പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ജനറലി ഇൻവോൾവ്സ് 3 to 5 years. 5 വർഷം വരെ ആ ടൈം എടുക്കാം എന്ന് പറയുന്നു. It relates to matters like new products, new diversification. അവിടെ പുതിയ പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെയൊക്കെ വിപുലീകരണം അല്ലെ, അതൊക്കെ വിവിധങ്ങളായ വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളൊക്കെ ആക്കി മാറ്റുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ഒരു കാലയളവ് ആയിരിക്കും ഇതിന്റെ റിസൾട്ട് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. The short-term planning typically covers a time frame of less than 1 year in order to assist their company in moving gradually towards its long-term planning. നമ്മളതായത് ഇപ്പോ ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ ഒരു അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, ഒരു ഹോസ്പിറ്റലാണ് എങ്കിൽ അവിടെ തിക്കും തിരക്കും കാരണം കൊണ്ട് ഒരു എംപ്ലോയിനെ കൂടി അപ്പോയിന്റ്മെന്റ് ചെയ്തു. അപ്പൊ നമുക്ക് പിറ്റേ ദിവസം തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു അഡീഷണൽ ആയിട്ട് ഒരു എംപ്ലോയിനെ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു നേട്ടങ്ങളൊക്കെ അവിടെ അതിന്റെ നിരക്കും അവിടെ നിന്നും അല്ലെ പോയി കിട്ടി. കാരണം ആ ടൈമിൽ അല്ലെ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ടൈമിൽ തന്നെയാണ് നമ്മളത് അറേഞ്ച് ചെയ്യുന്നത്. ഷോർട്ട് ടൈം ആയിട്ടല്ലേ നമുക്ക് അതിന്റെ റിസൾട്ട് അധികം താമസിക്കാതെ തന്നെ അല്ലെ, ഒരു വർഷത്തിന് താഴെ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതേസമയം ഒരു വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കൂടിയാണ് ആ പ്ലാനുകളൊക്കെ ചെയ്യുന്നത്. 3 to 5 years അത് ജനറലി എടുക്കുമെന്നുള്ളതാണ്. ക്ലിയർ ആയോ എന്താണെന്നുള്ളത്? ടൈം പീരീഡ് 2 തരത്തിലുള്ള ടൈം പീരീഡ് ഉണ്ട്, ലോങ് ടൈം ഉണ്ട്, ഷോർട്ട് ടൈം ഉണ്ട്. ആ ടൈം പീരീഡിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയേക്കാം. ലോങ് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് റിസൾട്ട് അതിന്റെ നേടിയെടുക്കണമെങ്കിൽ 3 തുടങ്ങി 5 വർഷം വരെയുള്ള കാലാവധി എടുക്കും. ഷോർട്ട് ടൈം ആണെങ്കിൽ അല്ലെ 1 year കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ടുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് അപ്രോച്ച്. അപ്പൊ 2 തരത്തിലുള്ള അപ്രോച്ചുകൾ ഉണ്ടെന്ന് വീണ്ടും പറയുന്നു. 2 type of planning are proactive planning and reactive planning. Proactive planning and reactive planning എന്ന് നോക്കാം. Proactive planning is the suitable course of action designed considering the changes expected in a appropriate area. അതായത് പ്രൊയാക്റ്റീവ് പ്ലാനിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോ അല്ലെ ഒരു അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു മിഷനറി സ്ഥാപിക്കുകയാണ്. അപ്പൊ എന്തായാലും 2 സ്ഥലത്ത് നമ്മൾ 2 ഡിപ്പാർട്ട്മെന്റിൽ 2 രീതിയിൽ യൂസ് ചെയ്യും. ഓരോരുത്തർ മിഷനറി വെച്ചിട്ട് നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ അല്ലെ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിന്റെ സഹായത്തോടുകൂടിയാണ്. ഒരാൾ മാനുവലി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, മാനുവലി ആണെങ്കിൽ അവിടെ വളരെ പതിയെയാണ് കാര്യങ്ങൾ മൂവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. സിസ്റ്റത്തിന്റെ കൂടി സപ്പോർട്ടോട് കൂടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സിസ്റ്റം ക്യാരി ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെയധികം സ്പീഡിലി ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അങ്ങനെ ഒരു വേരിയേഷൻ അനുഭവപ്പെടാൻ സാധ്യതയില്ലേ? ഇല്ലേ? ഉണ്ടാവില്ലേ?
ഉണ്ടാവും അല്ലെ. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പ്രയാക്റ്റീവ് പ്ലാനിങ് ഇസ് ദ സ്യൂട്ടബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ ഡിസൈൻ കൺസിഡറിംഗ് ദ ചേഞ്ചസ് എക്സ്പെക്ടഡ് ഇൻ അപ്രോപ്രിയേറ്റ് ഏരിയ. എനിക്കറിയാം നേരത്തെ കുട്ടി ആ ഒരു ചേഞ്ചസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന ഫലങ്ങളായിരിക്കും അതിന്റെ റിസൾട്ടുകൾ എന്ന് നേരത്തെ കുട്ടി അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് പ്രയാക്റ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതേസമയം റിയാക്റ്റീവ് പ്ലാനിങ് is the type of planning that is done after the environmental change has taken place. ഓക്കെ, നമുക്കറിയാം ഒരു എൻവയോൺമെന്റൽ ചേഞ്ചസിന് അനുസൃതമായിട്ടാണ് അവിടെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ കുട്ടികൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നേരത്തെ കുട്ടി ചിന്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാനിങ് ആണെങ്കിൽ ഓക്കെ, അതിനനുസരിച്ചിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇത് ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കില്ല നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുൻകരുതൽ എടുക്കുന്നത്. അതിന്റെ റിയാക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. പേഷ്യൻസ് അക്സെപ്റ്റബിൾ ആണോ, ചില പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചിലത് സ്വീകരിക്കും, ചിലത് സ്വീകരിച്ചെന്ന് വരും അല്ലെ. അപ്പൊ ആ പ്ലാനിങ് കൊണ്ട് നമുക്ക് നേരത്തെ കൂട്ടി അങ്ങോട്ട് ചിന്തിച്ചുറപ്പിക്കാൻ സാധിക്കില്ല. ചിലത് നമുക്ക് നേരത്തെ കൂട്ടി ചിന്തിച്ചുറപ്പിക്കാൻ സാധിക്കില്ല, എക്സ്പെക്ടേഷൻ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? റിയാക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിന്റെ റിയാക്ഷൻ അനുസരിച്ചിട്ട് അപ്പൊ രണ്ട് തരത്തിലുള്ള അപ്രോച്ചുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രയാക്റ്റീവ് ആണെങ്കിൽ, സെക്കൻഡ് വൺ റിയാക്റ്റീവ്. ടൈം പീരീഡ് നമ്മൾ പറഞ്ഞ രണ്ട് തരത്തിലുള്ളതുണ്ട്. ലോങ് ടേം ഉണ്ട്, അതേപോലെ തന്നെ ഷോർട്ട് ടൈം ആയിട്ടുള്ളതുണ്ട്. ലോങ് ടൈം 3 to 5 years ആണെങ്കിൽ, ഷോർട്ട് ടൈം എന്താണ് ലെസ് ദാൻ 1 year എന്നുള്ളിൽ തന്നെ റിസൾട്ടുകൾ നമുക്ക് ലഭ്യമാകുന്നു. അപ്രോച്ചുകളാണെങ്കിൽ റിയാക്റ്റീവ് എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ നേരത്തെ കൂട്ടിയിട്ടുണ്ട് അല്ലെ, പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം റിയാക്റ്റീവിന്റെ എക്സ്പെക്ടേഷൻ പ്രതീക്ഷിക്കുന്നില്ല, എൻവയോൺമെന്റിന്റെ ചേഞ്ച് അനുസരിച്ചിട്ടാണ് റിസൾട്ട് ലഭ്യമാകുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ. അതാണ് ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഫോർമൽ പ്ലാനിങ്, ഇൻഫോർമൽ പ്ലാനിങ് അല്ലെ. ഫോർമൽ പ്ലാനിങ്, ഇൻഫോർമൽ പ്ലാനിങ്. ഫോർമൽ പ്ലാനിങ് ഇസ് എ സ്ട്രക്ചേർഡ് പ്ലാൻ, അതായത് സിസ്റ്റമാറ്റിക്. It has some procedures to follow. Written records are followed in a formal plan. Informal planning is an unstructured plan. It does not have any procedure to follow. No recording is maintained for a future purpose. Formal planning is a structured plan. Formal plan എന്ന് പറയുന്നത് നേരത്തെ കൂടി ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ, അതിനൊരു സ്ട്രക്ചർ, അതായത് ഒരു ഘടനയുണ്ട്. Some procedures to follow. ചില പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങളോട് കൂടിയിട്ടാണ് അത് മുന്നേറുന്നത്. അതായത് റിട്ടേൺ റെക്കോർഡ്സ് ഫോളോഡ് കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും അല്ലെ. ഫോർമൽ പ്ലാനിങ്, ഇനീഷ്യൽ പ്ലാനിങ് നമുക്ക് അല്ലെ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു കേസ്, അതായത് ഹോസ്പിറ്റലിൽ നമ്മൾ കേസുമായി ബന്ധപ്പെട്ട ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആണ് എങ്കിൽ നമുക്കറിയാം അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. പക്ഷെ പുറത്തുനിന്ന് വേറെ ഏത് പേഷ്യൻസ് അഡ്മിറ്റ് ആയിട്ട് വന്നാൽ ഈ നടപടിക്രമങ്ങളൊന്നും ഫോളോ ചെയ്തതായിട്ട് വരില്ല അല്ലെ. ഒരു ക്രിമിനൽ കേസ് അറ്റൻഡ് ചെയ്യുന്നതും സാധാരണ കേസ് അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ ഡിഫറെന്റ് ആണ് അല്ലെ. വ്യത്യാസം ഉണ്ടാവില്ലേ? അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഫോർമൽ ആയിട്ടുള്ള ഒരു ക്രിമിനൽ കേസ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അവരെ ചിലപ്പോൾ ബേസിക്കലി ഡോക്ടറുടെ സൈനോ അവരുടെ സൈനോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാലും മാത്രമാണ് അവർക്ക് നമുക്ക് ചികിത്സാ നടപടികളിലേക്ക് മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതിന് നേരത്തെ കൂടി ഒരു സ്ട്രക്ചർ ഉണ്ട്. ഫോർമൽ പ്ലാനിങ് അതിനൊരു റിട്ടേൺ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇൻഫോർമൽ പ്ലാനിങ് ഈസ് ആൻ അൺസ്ട്രക്ചേർഡ് പ്ലാൻ. പ്രത്യേകിച്ച് സ്ട്രക്ചർ ഒന്നുമില്ല. അവരെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ ചെയ്യാം. അവരെ ഡോക്ടേഴ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത് അല്ലെ. It does not have any procedure to follow. No record is maintained for future purpose. നമുക്കറിയാം അല്ലെ, ഇപ്പൊ നമ്മള് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് റെക്കോർഡിങ്ങിന് നമ്മള് റെക്കോർഡ്സ് കീപ്പ് ചെയ്യും. പക്ഷെ അത് അല്ല, അതിനപ്പുറം നമ്മൾ ചില കാര്യങ്ങൾ അല്ലെ, ചില ലീഗൽ ആയിട്ടുള്ള വിഷയങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് വരില്ല എന്നുള്ള ഒരു കൺസിഡറേഷനിൽ തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും ഇൻഫോർമൽ ആണ്. അതേസമയം ഫോർമൽ ആണെങ്കിൽ അത് സ്ട്രക്ചർ ഉണ്ട്. അത് ആ സ്ട്രക്ചർ അനുസരിച്ചിട്ട് മാത്രം റെക്കോർഡിക്കലി മാത്രം നമുക്കത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവാനായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്തത് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സ്ട്രക്ചേർഡ് പ്ലാൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആണ്. അത് സിസ്റ്റമാറ്റിക് ആണ്. റിട്ടേൺ റെക്കോർഡ്സ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഫോർമൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ ഫോർമൽ പ്ലാനിങ് ആണെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആണ്.
ഓക്കെ വായിച്ചു നോക്കേണ്ടതുണ്ട്. ഞാനിങ്ങനെ കണ്ടിന്യൂസ് എടുത്തു പോണേ കൊണ്ട് കുഞ്ഞു പോയിന്റ്സ് ഒക്കെ ആയതുകൊണ്ടാണല്ലോ. ഇങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഓരോന്നും അണ്ടർലൈൻ ചെയ്ത് പോവാണ്. ജസ്റ്റ് ഫോർമൽ എന്താണ്, ഫോർമൽ എന്താണ് അല്ലെ, എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് അണ്ടർലൈൻ ചെയ്ത് ഞാൻ പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോഴാണ് ക്വസ്റ്റ്യൻ എന്തായാലും അറ്റൻഡ് ചെയ്യാം, ഇരിക്കാനായിട്ട് ശ്രമിക്കാം. ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ റിയാക്റ്റീവ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കി തന്നെ ചെയ്യില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്കറിയാം അല്ലെ, ഇത് ഇത്തിരി ഡിഫിക്കൽട്ട് ആണ് ഈ ഭാഗങ്ങളെല്ലാം 5, 6, 7 എന്നൊക്കെ പറയുമ്പോൾ. ഇതൊരു ചെറിയ പോർഷനാണ്. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയർ ഒക്കെ കിടപ്പുണ്ട്, ഭയങ്കര ടഫാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ സിംപിളി മൈൻഡിലേക്ക് കീപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ പരിശീലിക്കാൻ വേണ്ടി സമയം കണ്ടെത്താൻ സാധിക്കും. കണ്ടിന്യൂ ചെയ്യാലോ. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ. ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടന്റ്സ് അല്ലെ. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടന്റ്സിലേക്ക് നോക്കാം. എന്താണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത്? സ്ട്രാറ്റജിക് പ്ലാനിങ്, ഓപ്പറേഷൻ പ്ലാനിങ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. സ്ട്രാറ്റജിക് എന്ന് പറയുമ്പോൾ ലോങ് ടൈം ആണ് അല്ലെ, ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഷോർട്ട് ടൈം ആണെന്ന് നമ്മൾ കണ്ടത്. അതൊക്കെ തന്നെയാണ് ഇതിൽ വീണ്ടും വരും. സ്ട്രാറ്റജിക് എന്ന് പറയുമ്പോൾ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ വരുന്നത്. സ്ട്രാറ്റജിക് പ്ലാൻ ഇത് സെറ്റ് ഫ്യൂച്ചർ ഡയറക്ഷൻസ് of the organization in which it wants to proceed in future. It involves a time horizon of more than 1 year, and for most of the organization it range between 3 and 5 years. Strategy plans are generally developed by top level management. Okay, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അല്ലെ, തീരുമാനമെടുക്കുകയാണ് ടോപ്പ് ലെവലിലുള്ള മാനേജ്മെന്റ് അല്ലെ. തീർച്ചയായിട്ടും നമ്മളൊക്കെ തൊഴിലുടമകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ലോങ് ടൈം ആയിട്ടുള്ള പ്ലാനുകളൊക്കെ എടുക്കുന്നത് അല്ലെ. നമ്മള് കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യണം, മനുഷ്യരും അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ ലഭ്യമാക്കണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആണ് ലോങ് ടൈം ആയിട്ടുള്ള പ്ലാനിങ്ങിൽ വരുന്നത്. അതായത് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ വരുന്നത്. ഇതിന്റെ റേഞ്ചസ് ഇവിടെ പറയുന്നുണ്ട്. ഇൻവോൾവ്സ് എ ടൈം ഹൊറൈസൺ ഓഫ് മോർ ദാൻ 1 year അല്ലെ. തീർച്ചയായിട്ടും 1 yearനേക്കാളും ഓർക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ അതിൽ നിന്നായിരിക്കും പ്രതിസന്ധികളൊക്കെ ലഭ്യമാകുന്നത്. അതായത് ആളുകൾക്ക് വേണ്ടി തന്നെയാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഒരു മെഷീൻ കൊണ്ടുവന്നുകൊണ്ട് ഒരു വർഷത്തേക്ക് വേണ്ടി മാത്രമല്ല, ഒരു പെർസൺസിനെ നിർത്തുന്നത് ഒരു വർഷത്തേക്ക് വേണ്ടി മാത്രമല്ല അല്ലെ. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുണ്ട്. മോർ ദാൻ 1 yearലേക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ പ്ലാനുകളൊക്കെ ചെയ്യുന്നത്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 3 to 5 years വരെ ആവാം അല്ലെ. ആ പ്ലാനുകളുടെയൊക്കെ റേഞ്ച് എന്ന് പറയുന്നത് ജനറലി ഡെവലപ്ഡ് ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. അതൊക്കെ നോട്ട് ചെയ്യാം. ഇതൊക്കെ ആരാണ് എടുക്കുന്നത്? തരത്തിലുള്ള മാനേജ്മെന്റ് ആണ് ഈ തരത്തിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. എക്സാമ്പിൾ, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഇൻടു ന്യൂ ലൈൻസ്, ഓപ്പറേഷൻ അല്ലെ, പുതിയ അല്ലെ നമ്മളിപ്പോ പുതിയ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളൊക്കെ അല്ലെ, അത് പ്രൊഡക്ഷൻ യൂണിറ്റുകളൊക്കെ തുടങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനുകളൊക്കെ വരുന്നത്. വീണ്ടും ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എനിക്കറിയാവുന്നതാണ് അല്ലെ. ഓപ്പറേഷൻ പ്ലാൻസ് ആർ ഡെവലപ്ഡ് ടു ഡിറ്റർമിൻ ദ സ്റ്റെപ്പ് നെസസറി ഫോർ അച്ചീവിംഗ് ടാക്ടിക്കൽ ഗോൾസ് അല്ലെ. അവിടെ എന്താണ് തന്ത്രപരമായ രീതിയിലുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്ലാനുകൾ വരുന്നത്. They are used as a guide for day-to-day operations by department managers. Okay, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട ആരായിരിക്കും? ഡിപ്പാർട്ട്മെന്റ് മാനേജർമാരായിരിക്കും അല്ലെ. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലെ. അവരായിരിക്കും ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുത്തുന്നത് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നത്. These plans may cover a time frame of a few months, weeks or even a few days. കുറച്ച് ദിവസമോ കുറച്ച് ആഴ്ചയോ മന്ത്സോ മാത്രം അല്ലെ. അത് അത്രയും ആവശ്യകത അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും
ഈ തീരുമാനങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. ജസ്റ്റ് കുറച്ച് നോട്ട് ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പോവുക. വായിക്കുക. നമുക്ക് പ്ലാനിങ്ങിന്റെ ആ ഒരു ടോപ്പിക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കുക. നോക്കിയോ? എങ്ങനെ ഡൗട്ടുകളുണ്ടോ? പ്ലാനിങ്ങിന്റെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡെഫിനിഷൻ ഉണ്ട്, പ്ലാനിങ്ങിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് പ്ലാനിങ്. നമുക്ക് നെക്സ്റ്റ് ഒന്ന് നോക്കാം. ഓർഗനൈസിങ്, സംഘടിപ്പിക്കുക എന്നുള്ളത്. നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ നോക്കുകയാണ് എങ്കിൽ ഈ പ്ലാൻ ചെയ്ത രീതിയിൽ വിഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് വെച്ചിട്ട് നമ്മൾ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ അല്ലെ ഓർഗനൈസ് ചെയ്യണം, അല്ലെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്, ഈ പറഞ്ഞ ഡ്യൂട്ടികളൊക്കെ എങ്ങനെ ആരെക്കൊണ്ട് ഏത് രീതിയിലൊക്കെ കൈകാര്യം ചെയ്തെടുക്കണം. This includes the identification and the classification of the required activities. Okay, നമ്മൾ ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റിയെ നമ്മൾ തിരിച്ചറിയണം, then classify ചെയ്യണം. അല്ലെ ഇപ്പോ ഒരു പ്രൊഡക്ഷൻ ആണ് എങ്കിൽ നമുക്കറിയാം അത് ഫിനിഷ്ഡ് ഗുഡ്സ് എത്തുന്നത്, അതിനുശേഷം നമുക്ക് പാക്കേജിങ്ങിന്റെ ആവശ്യമാണ് അല്ലെ. അപ്പൊ അത് ഫിനിഷ്ഡ് ഗുഡ്സ് എത്തുന്നത് വരേക്കും നമുക്കറിയാം സ്റ്റാർട്ടിങ് തുടങ്ങി ചെയ്യും. ഒരു ഹോസ്പിറ്റൽ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ നമുക്കറിയാം റിസപ്ഷനിസ്റ്റ് തുടങ്ങി ഡ്യൂട്ടി ചെയ്തിട്ടാണ് സേവനങ്ങളൊക്കെ ലഭ്യമാക്കിയിട്ട് അവര് നേടിയെടുത്ത് പോകുന്നത് അല്ലെ. അപ്പൊ വിവിധ സ്റ്റെപ്പായിട്ട് അവർ അവരുടെ ഡ്യൂട്ടികൾ നിർവഹിച്ചു പോകുമ്പോൾ അത് ഏകോപിപ്പിച്ച് കൊണ്ടുപോയാൽ മാത്രമാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് പുറത്തിറങ്ങിയത്. അപ്പൊ പ്രൊഡക്ഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതിന്റെ റോ മെറ്റീരിയൽസ് അത് കൈകാര്യം ചെയ്യുന്നവരുണ്ടാവാം, അല്ലാതെ ഒരു സെമി ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്തിക്കുന്നവരുണ്ടാവും, ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്തിക്കുന്നവരുണ്ടാവും, പാക്കേജിംഗ് ഉണ്ടാവും, മാർക്കറ്റിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരെയും വരെ ഒരു കണ്ണികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ റിക്വയർഡ് ആക്ടിവിറ്റീസ്, ഈ ആക്ടിവിറ്റീസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും വേണം. The activities are then grouped together and each group of activities is assigned to a manager through the process of a delegation both horizontally among the different managers on the same level and vertically from the superior to subordinate. Okay. അതായത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ, ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ പറഞ്ഞ് മനസ്സിലാവും. കാർഡിയോളജിയിലെ, നെഫ്രോളജിയിലെ, ന്യൂറോളജിയിലെ അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. അവിടെ വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ തലവന്മാരുണ്ട്. തീർച്ചയായിട്ടും ഓരോ തലവന്മാർക്കും ഒരേ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കും, ഉത്തരവാദിത്തങ്ങളായിരിക്കും. അവരുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് അതാത് ഡിപ്പാർട്ട്മെന്റുമായി കേന്ദ്രീകരിച്ചിട്ടുള്ള അല്ലെ റിപ്പോർട്ടുകൾ അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും തലവന്മാര് അതാത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത് അല്ലെ.
അതേസമയം നമുക്കറിയാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തന്നെ വർക്ക് ചെയ്യിപ്പിക്കേണ്ടതുണ്ട് അല്ലെ. അവര് തലവന്മാരായിട്ട് നിന്നിട്ട് പോലെ അവരെ കൊണ്ട് താഴെയുള്ള അവര് അല്ലെ സബോർഡിനേറ്റിനെ കൊണ്ട് അവര് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴാണ് അത് എന്താണ് അല്ലെ വെർട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വരുന്നത്. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ സുപ്പീരിയർ സബോർഡിനേറ്റ്, അതായത് മേലുദ്യോഗസ്ഥരിൽ നിന്ന് താഴുദ്യോഗസ്ഥരിലേക്ക് ഡ്യൂട്ടികൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഒരേപോലെ തന്നെ വർക്ക് ചെയ്യുമ്പോൾ അത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു വിഭാഗീകരണമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ആക്ടിവിറ്റികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഒരേപോലെയുള്ള വർക്കുകളാണ് എങ്കിൽ അത് ഓരോ തലവന്മാരെയൊക്കെ ഏൽപ്പിച്ച് അത് ഹൊറിസോണ്ടലായിട്ട് ആ വർക്കുകളൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. അധികാരങ്ങൾ വിട്ടുകൊടുക്കണം. ഡിപ്പാർട്ട്മെന്റ് തലവന്മാര് അധികാരങ്ങൾ അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്തിരിപ്പിക്കും ഇല്ലേ? ശരിയല്ലേ? പറഞ്ഞു വരാം. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ട് വരും. അതായത് ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഓരോ വിഭാഗന്മാരെ ഉണ്ട്. ആ വിഭാഗത്തിൽ അല്ലെ മേലുദ്യോഗസ്ഥരായിട്ടുള്ള സൂപ്പർവൈസേഴ്സ്മാരുണ്ട്. അവിടെ തീർച്ചയായിട്ടും ഓരോ ഡിപ്പാർട്ട്മെന്റിലെ സൂപ്പർവൈസേഴ്സ് ഒക്കെ സെയിം പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ അവര് എന്താണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡ്യൂട്ടികളാണ് ചെയ്യുന്നത്. അവർക്ക് അധികാരങ്ങളായിരിക്കും വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് അധികാരം കൊടുക്കും. മീറ്റിംഗ് വിളിച്ചു കൊണ്ടുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്ത് പിന്നെ അതിന്റെ ആവശ്യകതയായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇങ്ങനെ ഈ അധികാരങ്ങൾ വിട്ടുകൊടുത്തതിന് ശേഷം തീർച്ചയായിട്ടും സൂപ്പർവൈസേഴ്സ് എന്താണ് അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം നഴ്സുമാരെ കൊണ്ടിട്ടുണ്ട് ഡ്യൂട്ടികൾ ചെയ്യും അല്ലെ. അപ്പൊ എന്താണ് അവര് കൃത്യമായിട്ട് തന്നെ സബോർഡിനേറ്റിനെ കൊണ്ടാണ് അവരുടെ കീഴിലുള്ള വർക്കേഴ്സിനെ കൊണ്ടാണ് ഡ്യൂട്ടി ചെയ്യിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ് സബോർഡിനേറ്റ് സുപ്പീരിയർ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ അവിടെ അതാണ് പ്രധാനമായിട്ടും വരുന്നത്. ആക്ടിവിറ്റീസ് ആർ then grouped together and each group of activities is assigned to a manager. ഓക്കെ, മാനേജർ തീരുമാനിച്ച് ഒറ്റക്കെട്ടായിട്ട് തന്നെ പ്രവർത്തിച്ചാലാണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ മാനേജർ ആക്ടിവിറ്റീസുകളൊക്കെ എന്താണ് അത് സ്വീകരിക്കുന്നു. എന്താണ് ദ പ്രോസസ് ഓഫ് ഡെലഗേഷൻ ബോത്ത് ഹൊറിസോണ്ടലി നമുക്കറിയാം അധികാരങ്ങളൊക്കെ ഹൊറിസോണ്ടലി അവിടെ വിട്ടുകൊടുക്കുന്നു. ഡിപ്പാർട്ട്മെന്റേഴ്സ് ആയിട്ട് വിട്ടുകൊടുക്കുന്നു. among the different managers on the same level അല്ലെ. അവിടെയുള്ള ആ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തലവന്മാര് എന്താണ് വെർട്ടിക്കലി ഫ്രം ദ സുപ്പീരിയേഴ്സ് ടു സബോർഡിനേറ്റ് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ മേൽത്തട്ട് മുതൽ താഴ്ത്തട്ട് വരെയുള്ള ജീവനക്കാരെ കൊണ്ട് അല്ലെ വർക്ക് ചെയ്യിപ്പിക്കുന്നു. ദിസ് പാർട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻവോൾവ്സ് എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് ഇന്റർനാഷണൽ റോൾ ഫോർ ദ പീപ്പിൾ. തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് നല്ല ക്രമീകരണത്തോട് കൂടിയിട്ട് സ്ഥാപിച്ചാൽ മാത്രമാണ് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് അല്ലെ അവരുടേതായിട്ടുള്ള പങ്ക് നല്ല രീതിയിൽ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും പീപ്പിൾ ആണ് അല്ലെ അവിടെ പേഷ്യൻസ് ആണ് അവരുടേതായിട്ടുള്ള രോഗി പരിചരണമൊക്കെ ലഭ്യമാകുന്നത്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ക്രമീകരണം നടത്തിയാൽ മാത്രമാണ് അവർക്ക് അവരുടെ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സർവീസ് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ഓർഗനൈസേഷൻ ഈസ് ദ ഫോം ഓഫ് എവരി ഹ്യൂമൻ അസോസിയേഷൻ ഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് എ കോമൺ പർപ്പസ് ആൻഡ് the process of relating specific duties or a function in the board അല്ലെ. ജെഡിമോണിയുടെ അഭിപ്രായത്തിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എവരി ഹ്യൂമൻ അസോസിയേഷൻ ഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് കോമൺ പർപ്പസ് അല്ലെ. ഓരോ ഹ്യൂമൻ അസോസിയേഷനും ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. ആൻഡ് ദ പ്രോസസ് റിലേറ്റിംഗ് സ്പെസിഫിക് ഡ്യൂട്ടീസ് ഓർ ഫങ്ഷൻസ് ഇൻ എ ബോർഡ്. അതായത് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന സ്പെസിഫിക് ഡ്യൂട്ടിയാണ് അവരവര് നിർവഹിക്കുന്നത് അല്ലെ. എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കണം. അങ്ങനെ എല്ലാ ഹ്യൂമൻ പേഴ്സൺസും അവരവരുടെ ഡ്യൂട്ടീസ് അവരവരുടെ ഉദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ വരുമ്പോഴാണ് പ്രവർത്തനം എല്ലാം കൂടി ഒന്നിച്ച് എല്ലാ പ്രവർത്തനങ്ങളും ഒന്നിച്ചു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഫോം ഓഫ് എവരി ഹ്യൂമൻ അസോസിയേഷന്റെ ഫോമിലാണ് അതിന്റെ പറയുന്ന ജെഡിമോണി പറയുന്നത്. ഒക്കെയാണോ? അതിന്റെ പ്രിൻസിപ്പൾസില് വളരെ മെച്ചമാതിരി
ഹെഡിങ്സ് മാത്രമല്ല കുറച്ചും കൂടി അല്ലെ ഒരു പോയിന്റ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെഡിങ്സ് മാത്രമാണ് ഉണ്ടായത് അല്ലെ. ഇവിടെ ഓർഗനൈസിംഗിന്റെ പ്രിൻസിപ്പിൾസിൽ നോക്കുകയാണെങ്കിൽ ഹൈറാർക്കി ഒരു ശ്രേണിയുണ്ട്. നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആയിട്ടുള്ള ശ്രേണികളൊക്കെ ഉണ്ട്. Hierarchy is a system of organizing people into different ranks or levels of importance. അല്ലെ നമ്മള് ഒരു സംഘടിപ്പിക്കുന്നത് പീപ്പിൾസിനെയൊക്കെ സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണ്? വ്യത്യസ്ത റാങ്കുകളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത ലെവൽസിൽ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടൊക്കെ അവർക്ക് അല്ലെ മാറ്റം. ഇപ്പൊ ഹോസ്പിറ്റലാണ് എങ്കിൽ നമുക്കറിയാം അല്ലെ നമ്മളെ സൂപ്പർവൈസർ നമ്മളവരെ ഹൈറാർക്കി നഴ്സിംഗ് സ്റ്റാഫിൽ തന്നെ നമ്മള് ഹൈറാർക്കി പിടിച്ചിട്ടുണ്ട് അല്ലേ. ഡയറക്ടർ, സൂപ്പർവൈസർ, സൂപ്പർവൈസർ അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ? ഏറ്റവും അല്ലെ നഴ്സുമാരെ അസിസ്റ്റ് ചെയ്യുന്നവരാണ് ഏറ്റവും ലാസ്റ്റത്തെ ലെവൽ അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത് ഓരോ സൂപ്പർവൈസർ അല്ലെ ഓരോ അവരവരുടെ സുപ്പീരിയേഴ്സിനെ അവര് അല്ലെ അവരെ റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. അവരവർക്ക് റിപ്പോർട്ടുകൾ അവരെ ചുറ്റിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ആൻസറിങ്ങൾ പറയേണ്ടതാണ്. സോ അവിടെ ഒരു ഹൈറാർക്കി സിസ്റ്റം അവിടെ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. എന്ന് വെച്ചാൽ മാനേജ്മെന്റ് ഒരു നല്ല നിശ്ചിതമായിട്ടുള്ള അകലം ഗ്യാപ്പ്, കാരണം കമാൻഡിംഗ് ഓർഡർ കൊടുക്കാനായിട്ട് കൃത്യമായിട്ട് ഡ്യൂട്ടി നിർവഹിച്ച് അവർക്ക് പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്പാൻ ഓഫ് മാനേജ്മെന്റ് വരുന്നത്. നിശ്ചിത അകലം അവിടെ ക്രമീകരിക്കും. ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഹയർ ടു ലോവർ ലെവൽ. ഇവിടെ നോക്കാം hierarchy is a system of organizing people into different ranks or levels of importance. നമുക്കറിയാം നമ്മുടെ റാങ്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എടുക്കുക. അതേസമയം വർക്കിംഗ് എക്സ്പീരിയൻസും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ പറയുന്നതനുസരിച്ചിട്ടുള്ള ഒരു ഇതിലായിരിക്കും അവർക്ക് ഏറ്റവും ലോവർ ലെവലിൽ വരുന്നത് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഒരു റാങ്കിങ് അറേഞ്ച്മെന്റ്സ് ഉണ്ടാവാം. സ്പാൻ ഓഫ് കൺട്രോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്താണ് ഇറ്റ് ഈസ് നോൺ ആസ് സ്പാൻ ഓഫ് മാനേജ്മെന്റ്, സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, സ്പാൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, സ്പാൻ ഓഫ് അതോറിറ്റി. അതായത് നമ്മൾ പറയാൻ കാരണം എന്താണ് ഒരു സാമാന്യ അകലം സ്ഥാപിക്കാൻ അല്ലെ. ഒരു കമാൻഡിംഗ് പവർ കൊടുക്കുന്ന കമാൻഡുകൾ അത് അനുസരിക്കാനായിട്ട് കീഴുദ്യോഗസ്ഥർ തയ്യാറാവണമെങ്കിൽ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു അകലം നമ്മുടെ ഗ്യാപ്പ് ഫീൽ ചെയ്യും. സോ തീർച്ചയായിട്ടും നമുക്കറിയാം ആ സൂപ്പർവിഷന് അവര് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് റിപ്പോർട്ട്സുകൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവര് അകലം അവിടെ ഫീൽ ചെയ്യേണ്ടതാണ്. അതേമാതിരി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണമെങ്കിൽ ഒരു അകലം ഫീൽ ചെയ്യേണ്ടതാണ്. അതോറിറ്റി തീർച്ചയായിട്ടും അധികാരമുള്ളവരാണ് അല്ലെ. കൺട്രോളിംഗ് പവർ എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കൺട്രോളിംഗ് പവർ അവരുടെ ഓക്കെ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ കീഴുദ്യോഗസ്ഥരെ ബാധ്യസ്ഥരാണ് അല്ലെ. Span of control is the number of subordinates who report directly to manager or leader. Okay, അവരുടെ ലീഡർക്ക് അല്ലെങ്കിൽ അവരുടെ മാനേജർക്ക് ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ടുകളൊക്കെ കൊടുക്കേണ്ടതാണ് അല്ലെ. സബോർഡിനേറ്റ് പറഞ്ഞ കീഴുദ്യോഗസ്ഥർ എന്ന് വെച്ചാൽ നമ്മളിപ്പോ നഴ്സുമാരാണെങ്കിലും സൂപ്പർവൈസേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ അവരുടെ കൃത്യമായിട്ട് തന്നെ അവർ പറയുന്ന അല്ലെങ്കിൽ ഇൻചാർജ് ഉള്ള നഴ്സുമാരുണ്ടെങ്കിൽ അവർ വാർഡൊക്കെ ആണെങ്കിൽ ആ ഇൻചാർജിന്റെ റിപ്പോർട്ട് അല്ലെ കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം അതെല്ലാം തന്നെ അതാണ് ഇവിടെ പറയുന്നത്. സ്പാൻ ഓഫ് കൺട്രോൾ ഇസ് ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ് ഹു റിപ്പോർട്ട് ഡയറക്ട്ലി ടു മാനേജർ ഓർ leader. The more employees assigned to a manager, the wider their span of control. Okay. അപ്പൊ നമുക്കറിയാം ഒരുപാട് എംപ്ലോയീസ് മാനേജറിന്റെ കീഴിൽ വരാനൊക്കെ സാധ്യതയുണ്ട്. അതുമാതിരി തന്നെ അവർക്ക് നല്ല രീതിയിൽ ഒരു കൺട്രോളിംഗ് പവറും ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിട്ട് മാനേജർ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു കൺട്രോളിംഗ് പവർ അല്ലെ ആ ലീഡർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു സ്പാൻ ഓഫ് മാനേജ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഞാൻ കൂടുതൽ എടുത്ത് നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല. ഓർഗനൈസിങ് ഞാൻ പറയണമെന്ന് വെച്ചതല്ല, പക്ഷെ ടൈം ഉണ്ടായി അത് ഞാൻ എടുത്ത് പോയതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഈ ചാപ്റ്റർ എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ കോട്ടയം നോർത്ത് പോയത്. പക്ഷെ അല്ലേ ഇനിയും 2 മോഡുകളൊക്കെ ആവുമ്പോൾ നമുക്ക് അത്രയും അങ്ങനെ സ്പീഡിൽ പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാവാം. Thank you, ma'am. Thank you, ma'am.